ഇടിമിന്നൽ ഏറ്റുവാങ്ങുന്ന ഒരു ശിവലിംഗം. ഹിമാചൽ പ്രദേശിലെ നിഗൂഢമായ ഒരു ശിവക്ഷേത്രത്തിലാണ് ഈ സവിശേഷതയാർന്ന ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത്. ബിജ്ലി മഹാദേവ് ക്ഷേത്രം എന്നു പേരുള്ള ഈ ക്ഷേത്രത്തിൽ ദശകങ്ങൾക്കിടയിൽ ഇടിമിന്നലേൽക്കുന്നു. ഇതിന്റെ ഫലമായി ക്ഷേത്രത്തിലെ ശിവലിംഗം പൊട്ടിപ്പിളരുകയും ചെയ്യും. പ്രദേശവാസികൾക്ക് ഭഗവാൻ ശിവൻ നൽകുന്ന മുന്നറിയിപ്പായിട്ടാണ് അവർ ഇതിനെ കാണുന്നത്. വരാൻ പോകുന്ന പ്രകൃതി ദുരന്തത്തിന്റെ സൂചനയാണിതെന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ ഗ്രാമം വിടുകയും കാലാവസ്ഥ മാറുമ്പോൾ തിരിച്ചെത്തുകയും ചെയ്യുന്നു. അതിശയം എന്തെന്നാൽ പിണറുകളേറ്റ ശിവലിംഗത്തിൽ പിന്നീട് പൂജാരി വെണ്ണയും മറ്റു കൂട്ടുകളും തേച്ചു വെക്കുകയും ക്രമേണ വിഗ്രഹം തിരികെ ഒട്ടിച്ചേരുകയും ചെയ്യുമത്രേ. മറ്റ് നിവാസികൾക്ക് തങ്ങളെ രക്ഷപ്പെടുത്താനായി മഹാദേവൻ ഇടിമിന്നലിനെ സ്വയം ഏറ്റുവാങ്ങുന്നതാണെന്ന് വിശ്വസിക്കാനാണ് ഇഷ്ടം. കുലാന്തൻ എന്നു പേരുള്ള ഭയങ്കരനായ ഒരു അസുരൻ വലിയ സർപ്പത്തിന്റെ രൂപമെടുത്ത് മാണ്ഡി ഗ്രാമത്തിൽ എത്തുന്നതുവരെ തന്റെ ശരീരം വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ പുണ്യസ്ഥലത്തെത്തിയപ്പോൾ ബിയാസ് നദിയുടെ ഒഴുക്കിനെ തടഞ്ഞ് ജീവജാലങ്ങൾക്ക് ഹാനി വരുത്താൻ അയാൾ തീരുമാനിച്ചു. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ മഹാദേവൻ ത്രിശൂലം ഉപയോഗിച്ച് അസുരനെ വധിച്ചു കളയുകയും ചെയ്തു. കുലാന്തന്റെ ഭീമാകാരമായ ശരീരം ഒരു പർവ്വതനിരയായി രൂപാന്തരപ്പെട്ടു അത്രേ. കുലാന്തിൽ നിന്നാണ് കുളുവിന് ഈ പേര് ലഭിച്ചത് എന്ന് പറയുന്നു.